ഇത് കൊയിലാണ്ടിയിലാണെങ്കിൽ ഇതിന് തെക്ക് ഭാഗത്ത് മറ്റൊരു അപകടം ഉണ്ടായിരിക്കുന്നു. തലനാരിഴയ്ക്ക് വലിയ ദുരന്തം ഒഴിവായി എന്ന് പറയാം. കോഴിക്കോട് ഫറോക്ക് ബസ് സ്റ്റാൻഡിലാണ് ഈ അപകടം ഉണ്ടായത്. കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് അവിടെ ബസ് സ്റ്റാൻഡിലെ കോൺക്രീറ്റ് പൊളിഞ്ഞു വീഴുകയായിരുന്നു. യാത്രക്കാർ ഒഴിഞ്ഞു മാറിയതിനാൽ അപകടം ഒഴിവായി. CPM പ്രവർത്തകർ റീത്ത് വെച്ച് അവിടെ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. അജി വീണ്ടും ചേരുന്നു കോഴിക്കോട്. അജി, രണ്ട് അപകടങ്ങളാണ്, പക്ഷേ ഇതിപ്പോൾ ബസ് സ്റ്റാൻഡിലാണ്. അവിടെ കോൺക്രീറ്റ് അടർന്നു വീണു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കാലപ്പഴക്കം കൊണ്ടാണോ? എന്താണ് വിവരങ്ങൾ? തീർച്ചയായും പ്രജിൻ, കാലപ്പഴക്കം കൊണ്ട് തന്നെയാണ് ഈ കോൺക്രീറ്റ് അടർന്നു വീണത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണാൻ കഴിയും. 24 ഇതിനു മുൻപ് ഈ പൊതുജനത്തിലടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടം, ആ കെട്ടിടത്തിനുള്ളിൽ അപകടങ്ങൾ പതുങ്ങിയിരിക്കുന്നത് നമ്മൾ ഇതിനു മുൻപ് പൊതുജനത്തിലടക്കം വാർത്ത ചെയ്തതാണ്. പക്ഷേ അധികാരികൾ കണ്ണു തുറന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അവിടെ ആളുകൾ ഇരിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ കോൺക്രീറ്റ് പാളികൾ തകർന്നു വീണുകൊണ്ടിരിക്കുന്നത്. പഴയ കെട്ടിടമാണ്, കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ്. ആ കെട്ടിടത്തിന്റെ പാളികളാണ് ഇപ്പോൾ അടർന്നു വീണ് ഇരിക്കുന്നത്. ഭാഗ്യമെന്ന് വെച്ചാൽ ആർക്കും തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ യാത്രക്കാർ ഒഴിഞ്ഞു മാറിയതിൽ ഈ കോൺക്രീറ്റ് പാളികൾ വീഴുന്നത് കണ്ടുകൊണ്ട് തന്നെ യാത്രക്കാർ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് വലിയ തരത്തിലുള്ള അപകടമാണ് ഒഴിവാക്കാൻ കഴിഞ്ഞത്. ഈ സംഭവ സ്ഥലത്ത് CPM പ്രവർത്തകർ അവിടെ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. കാരണം ഈ അനാസ്ഥയ്ക്കെതിരെ റീത്ത് വെച്ചാണ് പ്രതിഷേധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇതിനു മുൻപും സമാനമായി ഈ കോൺക്രീറ്റ് പാളികൾ ഇങ്ങനെ അടർന്നു വീഴുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്നൊന്നും തന്നെയും അധികൃതർ കണ്ണു തുറന്നില്ല. അതാണ് ഏറ്റവും ദയനീയമായ കാര്യം. പ്രജി, പലതവണ ഇത് വാർത്തകളിലൊക്കെ ഇടം പിടിച്ചിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല എന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയായി മാറുകയാണ് ഫറോക്കിലെ ഈ ബസ് സ്റ്റാൻഡിലുണ്ടായ ഈ അപകടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.